അത്തരത്തിലുള്ള ആരോപണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിയമം ലംഘിച്ചിരിക്കുന്നത് മേയറും MLA-യും തന്നെയല്ലേ? തീർച്ചയായും മേയറുടെ വാഹനം ഓവർടേക്ക് ചെയ്തത് ഇടതുവശത്തു കൂടിയാണ്. ദാറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. സീബ്ര ക്രോസിംഗിൽ വാഹനങ്ങൾ കയറാൻ പോലും പാടില്ല. എൻട്രി ചെയ്യാൻ പാടില്ലാത്ത സീബ്ര ക്രോസിംഗിൽ എങ്ങനെയാണ് മേയറുടെ വാഹനം എത്തി? അടുത്തത് ഈ മേയർ വാഹനം ഇട്ട രീതി, ദാറ്റ് ഈസ് എൻ ഒഫൻസീവ് മാനർ. ഇത്രയും ഒരു സർക്കാരിൻ്റെ ഒരു വാഹനത്തെ, അത് പൊതുജനങ്ങൾ 50, 55 അല്ലെങ്കിൽ 52 പേര് യാത്ര ചെയ്യുന്ന ഒരു പൊതുഗതാഗതത്തിന് ഈ രീതിയിൽ തടസ്സം ചെയ്യുക എന്നുള്ളത്, ഇത് ശരിക്കും ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ക്രിമിനൽ എന്താ പറയുക, ഒരു ആ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒന്നിൽ അധികാരത്തിൻ്റെ ഹൂങ്കായിരിക്കാം, അല്ലെങ്കിൽ പാപങ്ങളുള്ള ഒരു അവജ്ഞയായിരിക്കാം, അതുമല്ല എങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിലായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഒരിക്കലും സാധാരണ ഒരു വ്യക്തി ഇത്തരത്തിൽ ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ സ്റ്റോപ്പ് ചെയ്ത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തി ജനങ്ങളെ തെരുവിലാക്കി ഡോറ് തുറന്ന് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക, ഇത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കുറ്റകൃത്യമാണ്. ഇവിടെ നമ്മൾ IPC എടുത്തു കഴിഞ്ഞാൽ ഈ 332 IPCയിൽ ഒരേ ഒരു സെക്ഷനേ ഉള്ളൂ. 3 വർഷത്തിന് താഴെ ശിക്ഷയുള്ള ഒരു കേസിൽ ബെയിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതാണ് ഈ സെക്ഷൻ. ഇതിൻ്റെ 353 അതായത് അതിൻ്റെ പണിഷ്മെൻറ്റ് 2 വർഷമേ ഉള്ളൂ. IPC പറയണത്, IPCയുടെ പാർട്ട് 2 പറയണത് 3 വർഷത്തിന് മേലെ ശിക്ഷയുള്ള കേസുകൾ മാത്രമാണ് നോൺ ബെയിലബിൾ. പക്ഷേ ഈ 2 വർഷം ശിക്ഷയുള്ള ഈ ഒരൊറ്റ സെക്ഷൻ മാത്രമേ ഉള്ളൂ നോൺ ബെയിൽ. ബെയിൽ കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാരണം ഇത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മേലുള്ള, അല്ലെങ്കിൽ സർക്കാർ അധികാരികൾക്ക് മേലെയുള്ള, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സെറ്റപ്പ് സിസ്റ്റത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയുടെ അധികാര ദുർവിനിയോഗം, അല്ലെങ്കിൽ വ്യക്തിയുടെ ഗുണ്ടായിസം അത് തന്നെയാണ്. അതിൽ കവിഞ്ഞ് വേറൊന്നും പറയാനില്ല. ആയതിനാൽ ഇവിടെ വളരെ കൃത്യമായി നിയമം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. വിവിധ വകുപ്പുകളിട്ട്, IPCയുടെ വിവിധ വകുപ്പുകളിട്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില വകുപ്പുകളുണ്ട്, എല്ലാം കൂടെ ഇട്ട് ഇവർക്കെതിരെ ന്യായമായ രീതിയിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ഇടാനും ഇവരെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യാനും വകുപ്പുകളുള്ള സെക്ഷൻസാണ് ഇടേണ്ടത്. പക്ഷേ തീർച്ചയായും യദുവിൻ്റെ പരാതി ഇതുവരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഐ തിങ്ക് ഹോപ്സോ യദുവിൻ്റെ പരാതി കോടതി വഴിയെങ്കിൽ FIR രേഖപ്പെടുത്തും. അതിന് തക്കതായ നല്ല വക്കീലന്മാരെ ഇത് കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാന്യനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ സംപ്രേഷണത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷാരീതിയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഇത്രയും നിന്ദിക്കപ്പെട്ടിട്ട് പോലും അദ്ദേഹം സിസ്റ്റത്തെയോ അല്ലെങ്കിൽ നീതിപീഠത്തെയോ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറിനെയോ ഒരിക്കലും ദുഷിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ അപലപിക്കുകയും നീതിക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ ഒരു ജെന്റിൽമാൻ അദ്ദേഹത്തിന് നീതി ലഭിച്ചേ മതിയാവും.